ഇസ്ലാം വളരെ ടഫാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യൽ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന് സാധിക്കാത്തത് ഒരിക്കലും അള്ളാഹു തആല നിർദ്ദേശിക്കില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നദ്ദീന യുസ്റുൻ, ദീൻ വളരെ സിമ്പിളാണ്. പിന്നെ ആരാണ് ദീനിനെ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? നമ്മൾ തന്നെയാണ്. ആക്സിഡന്റിൽപ്പെട്ട് സർജറി കഴിഞ്ഞ് ബെഡ് റെസ്റ്റിലിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു വലിയ സങ്കടം പറഞ്ഞു. ഉസ്താദ് നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നുമെടുത്ത് തരാൻ വീട്ടിൽ ഭാര്യയല്ലാതെ മറ്റാരുമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാര്യയെ കൊണ്ട് ഒന്നുപിടിപ്പിച്ചാൽ എന്താ? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഭാര്യ ഒന്നുപിടിപ്പിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ തൊടുന്ന സമയത്ത് എൻ്റെ ഒന്നു നഷ്ടപ്പെടുമല്ലോ എന്നാണ്. ഇവിടെയാണ് ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇമാമുകളുടെ അഭിപ്രായ ഭിന്നത എൻ്റെ സമുദായത്തിന് അനുഗ്രഹമാണ് എന്ന പരിശുദ്ധമായ വചനം അർത്ഥവത്താകുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം സ്പർശിച്ചാൽ ഉളൂ മുറിയില്ല എന്ന അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഹനഫി മദ്ഹബിൽ ഉളുവെടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയുമായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇതൊന്നും നടക്കില്ല, പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതല്ല അള്ളാഹുവിൻ്റെ മതവും അള്ളാഹുവിൻ്റെ നിയമങ്ങളും. ഏതൊരു സിറ്റുവേഷനിലും മനുഷ്യന് ഫോളോ ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിലുള്ളൂ. കാരണം ഈ മതം മലക്കുകളുടെ മതമല്ല, മനുഷ്യന് വേണ്ടി അള്ളാഹു തആല അവതരിപ്പിച്ച മതമാണ്.